എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ബുക്കുമായിട്ട് രാവിലെ വന്നിട്ടുണ്ട്. ബിഗ് ബോസ് അഗ്നിപരീക്ഷ. ബിഗ് ബോസ് എപ്പിസോഡിന് മുൻപായിട്ട് കുറച്ച് കോമണേഴ്സിന് അവർക്ക് ആവശ്യമുണ്ട്. സോ അതിനു വേണ്ടി നടത്തുന്ന ഒരു പരീക്ഷണമാണ് ബിഗ് ബോസ് അഗ്നിപരീക്ഷ. ബിഗ് ബോസ് അഗ്നിപരീക്ഷ കാണാതെ, ബിഗ് ബോസ് പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള വീഡിയോ ആട്ടോ ഇത്. ബിഗ് ബോസ് അഗ്നിപരീക്ഷ കാണാതെ നമ്മൾ ബിഗ് ബോസ് എപ്പിസോഡ് കാണാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു മണ്ണാങ്കട്ടെ മനസ്സിലാവില്ലെന്നാണ് എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം. കോമണേഴ്സിന് കിട്ടിയൊരു ഭാഗ്യമാണ് ശരിക്കും ഈ ഒരു അഗ്നിപരീക്ഷ എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ സീസണിൽ കോമണറായിട്ട് വന്നത് അനീഷാണ്. അനീഷ് ഡയറക്റ്റ് ബിഗ് ബോസിലേക്ക് എൻട്രി നേടുക ചെയ്തത്. മൈജി സെൽഫി കോൺടെസ്റ്റ് വഴിയാണ് അനീഷ് ബിഗ് ബോസിലെത്തിയത്. അപ്പോൾ അനീഷിന് ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ബിഗ് ബോസിലേക്ക് വരുന്ന കോമണേഴ്സിനെ സംബന്ധിച്ച് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 21 ദിവസം അവർക്ക് എക്സ്ട്രാ ടൈം കിട്ടുകയാണ്. 40 പേരിൽ നിന്ന് 20 പേര് ആദ്യം അവർ ചൂസ് ചെയ്തു, ബാക്കി 20 പേരെ മാറ്റി നിർത്തിയിരുന്നു. പക്ഷേ ഇന്നലത്തെ എപ്പിസോഡിൽ ആദ്യത്തെ 20 പേർക്കായിരുന്നു മത്സരങ്ങൾ, ടാസ്കുകൾ കൊടുത്തിരുന്നത്. അതിൽ നിന്ന് കുറച്ച് പേരെ ചൂസ് ചെയ്ത് മാറ്റി വെച്ചു, കുറച്ച് പേരെ ഔട്ട് ഹൗസ് എന്ന് പറയുന്ന ഡേഞ്ചർ സോണിലേക്ക് മാറ്റി. ബാക്കി ഉണ്ടായിരുന്ന 20 പേരെയായിരുന്നു ഇന്നത്തെ ടാസ്കിലേക്ക് അവർ ക്ഷണിച്ചിരുന്നത്. അപ്പോൾ ഇന്നലെ പുറത്താക്കപ്പെട്ട 20 പേർക്കും കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ ഞങ്ങൾ പുറത്തായി പോകുമെന്നൊക്കെയുള്ള വിഷമം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അവർ ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് ഫ്ലോറിലേക്ക് വന്നത്. ശരിക്കും ഇന്നലത്തെ എപ്പിസോഡിനേക്കാളും കുറച്ചുകൂടി നമുക്ക് ആക്റ്റീവായിട്ട് തോന്നിയത് ഇന്നത്തെ എപ്പിസോഡായിരുന്നു. ഇന്നത്തെ കണ്ടസ്റ്റൻസ് ആണെങ്കിലും ജഡ്ജസ് ആണെങ്കിലും നല്ല ആക്റ്റീവായിരുന്നു. അതിലിപ്പോൾ രഞ്ജിനി ഹരിദാസ് കുറച്ച് പ്രൊവോക്ഡ് ആയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം രഞ്ജിനിയുടെ ചില കമൻറ്റ്സ് കണ്ടസ്റ്റൻസിനെ ഷൗട്ട് ചെയ്യുന്നത് അതൊക്കെ ഇന്ന് കാണാൻ പറ്റി എന്നുള്ളതാണ്. ഇന്നലെ അത്രയും ഷൗട്ടിംഗ് ഉണ്ടായിരുന്നില്ല. ഇന്നലെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയതുള്ളൂ. അത് ചിലപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് ആയതുകൊണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വന്ന 20 പേരോട് കുറച്ച് പേരോടൊക്കെ കുറച്ച് ഹാർഷായിട്ടൊക്കെ രഞ്ജിനി പെരുമാറി. പിന്നെ ആസ് യൂഷ്വൽ അഖിൽ മാരാർ നോർമലി ഉള്ള പോലെ തന്നെ. പിന്നെ അഖിൽ മാരാർ ഒന്ന് തകടിക്കാൻ നോക്കി, പക്ഷേ റനീഷ അതൊന്ന് അടിച്ച് അവിടെ ഇരുത്തി. നമുക്കേതായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് വരാം. ആദ്യമേ തന്നെ റനീഷ ഫ്ലോറിലേക്ക് വരുന്നു. എനർജറ്റിക് ആയ ഒരു ആങ്കർ തന്നെയാണ് റനീഷ. തുടക്കത്തിൽ അതായത് റനീഷയുടെ പ്രമോ ഒക്കെ വരുന്ന സമയത്ത് റനീഷയുടെ പേര് കേട്ടപ്പോൾ പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു, റനീഷയോ വേണ്ടായിരുന്നു. അതുപോലെ ജഡ്ജസിൻ്റെ കാര്യം പറയുമ്പോഴും അഖിൽ മാരാറോ റിയാസ് സലീമോ വേണ്ടായിരുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഈ 2 കൂട്ടരും, അതായത് ആങ്കറായ റനീഷയും ജഡ്ജസായ രഞ്ജിനി ഹരിദാസും അഖിൽ മാരാറും റിയാസ് സലീമും, ഈ 2 കൂട്ടരും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ബിഗ് ബോസ് ആയിട്ട് തന്നെ ശരിക്കും എപ്പിസോഡ് കാണുന്ന ഒരു ഫീൽ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കിട്ടിയെന്നുള്ളതാണ്. പരസ്പരം മൽപ്പിടുത്തവും അടിയും പിടിയും ഒക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പോൾ ആദ്യം തന്നെ ഈ 20 പേരെയും ഫ്ലോറിലേക്ക് വിളിക്കുന്നു. ഭയങ്കര എനർജറ്റിക് ആയിട്ട് ആ 20 പേരും ഫ്ലോറിലേക്ക് വരുന്നു. അതിനുശേഷം വന്നപ്പോൾ തന്നെ ഇന്നൊരു പൂജയുണ്ടായിരുന്നു, ഇന്നലെ ഒരു പൂജയുണ്ടായിരുന്നു. ഇന്നലത്തെ പൂജയുടെ പ്രത്യേകത കരയുന്ന പൂജയായിരുന്നു. നമുക്കറിയാം, ആ പൂട്ട് തുറക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ കരഞ്ഞ് മെഴുകി അകത്തേക്ക് എൻട്രി വാങ്ങിച്ച പൂജ. ആ പൂജയുടെ കൂടെ നിന്ന വേറൊരു പൂജയുണ്ട്. ഈ 2 പൂജകൾക്കും ക്ലൂ കാർഡും ചാവിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലത്തെ പൂജ കരഞ്ഞതുകൊണ്ട് അകത്ത് കയറി, ഇന്ന് വന്ന പൂജ കരയാത്തതുകൊണ്ട് ആ പൂജ ഇന്നലെ ഔട്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ദേഷ്യം ആ പൂജയ്ക്ക് ഉണ്ടായിരുന്നു. പൂജ വന്ന ഉടനെ ഇത് ഇൻജസ്റ്റിസ് ആണ്, എനിക്ക് ജസ്റ്റിസ് കിട്ടിയില്ല, എനിക്കും അകത്തേക്ക് വരേണ്ടതായിരുന്നു, ആ ലോക്ക് തുറന്നാൽ മാത്രമേ ആ ഒരു സ്ഥാനത്തേക്ക് വരാൻ പാടുള്ളതായിരുന്നു. പക്ഷേ പൂജ കരഞ്ഞതുകൊണ്ട്, ഇന്നലത്തെ പൂജ കരഞ്ഞതുകൊണ്ടാണ് അവിടെ വന്നത്, അതുകൊണ്ടാണ് പൂജനെ എൻട്രി കൊടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വഴക്ക്, അത് ജഡ്ജസിനെ ചോദ്യം ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ തന്നെ രഞ്ജിനി ഹരിദാസ് അതിനെ അടിച്ചങ്ങ് ഇരുത്തി. നിങ്ങൾ ഇത്രയും റൂയിൻഡ് ആവരുത്, നിങ്ങളെ ഞാൻ കാണുന്നത് എന്നെ പോലെയാണ്, പഴയ എന്നെ പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചു. പിന്നൊരു ചോദ്യം ചോദിച്ചു, ഇന്നലെ നിങ്ങൾ എല്ലാവരോടും ചോദിച്ചിട്ടാണ് ആ പൂജനെ അകത്തേക്ക് കയറ്റിയത്, അത് ശരിയാണ്, കാരണം ഇവർക്ക് ഒരു ചാൻസ് കൊടുത്തൂടെ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി. അങ്ങനെയാണ് ആ പൂജയ്ക്ക് ആ ചാൻസ് കൊടുത്തതും അവരെ ഇന്നലെ എൻട്രി ആയതും. അപ്പോൾ ആ കാര്യമൊക്കെ രഞ്ജിനി പറഞ്ഞ് മനസ്സിലാക്കി, രഞ്ജിനിയും റിയാസും കൂടി പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പൂജനെ ഒന്ന് അവിടെ അടിച്ചിരുത്തി. ഇതാണ് ആദ്യം നടന്ന സംഭവം. അതിനോടൊപ്പം തന്നെ അഖിൽ മാരാർ ഉസൈൻ ബോൾട്ടിനെയൊക്കെ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് ജയിക്കുന്നവരെ മാത്രമേ കാലം ഓർമ്മിച്ചിരിക്കുകയുള്ളൂ, 2ാം സ്ഥാനം വരുന്ന ആൾക്കാരെ ആരും ഓർമ്മിച്ചിരിക്കില്ല, അത് റനീഷയ്ക്ക് കാര്യം കൊണ്ടു. അഖിലേട്ടന് ആരെയോ ഒന്ന് കുത്തിയതുപോലെ തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്, ശരിക്കും പറഞ്ഞാൽ ഉസൈൻ ബോൾട്ട് എന്ന് പറയുന്ന വ്യക്തി ഒരു പ്രാവശ്യം അല്ലല്ലോ ജയിക്കുന്നത്, നിരന്തരം ജയിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ ആൾക്കാർ ഓർത്തിരുന്നത്. ഇപ്പോൾ ഒരു പ്രാവശ്യം ജയിക്കുവാണെങ്കിൽ ഓക്കെ, അതൊരു ഭാഗ്യം കൊണ്ട് ജയിച്ചാണെന്നൊക്കെ, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഒരു അധ്വാനം കൊണ്ട് ജയിച്ചാണെന്നൊക്കെ പറഞ്ഞ് അങ്ങ് തള്ളിവിടും. പക്ഷേ ഒരുപാട് കാലം നിരന്തരം ജയിച്ചതുകൊണ്ടാണ് ആ ഒരു വ്യക്തിയെ എല്ലാവരും ഓർത്തിരുന്നത്. ഇപ്പോൾ അഖിൽ മാരാർ ബിഗ് ബോസിൽ വിന്നറായി, പക്ഷേ പുറത്തിറങ്ങിയിട്ട് അഖിൽ മാരാർ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ആൾക്കാർ അംഗീകരിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് പറയേണ്ടി വരും. അപ്പോൾ അഖിൽ മാരാർ ഒരു പ്രാവശ്യം ജയിച്ചു, എന്നാൽ നിരന്തരം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് കൊണ്ട് ആൾക്കാർ അറിയുന്നു. ഈ ബിഗ് ബോസിൽ വന്നു പോയ എത്രയോ ആൾക്കാർ, വിന്നേഴ്സായിട്ടുള്ള ആൾക്കാർ എത്രയോ പേരുണ്ട്, അവരിൽ എത്ര പേരെ ഇന്നും ആൾക്കാർ ഓർത്തിരിക്കുന്നത്. ഇപ്പോൾ ദിൽഷ ഒന്നും പിക്ചറിലേക്ക് കാണുന്നില്ല. എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് റോബിൻ ഉടായ്പിൾ കാണിക്കുമ്പോഴേക്കും ദിൽഷ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്ന, അല്ലാതെ ദിൽഷയുടെ പേര് എവിടെയും കേൾക്കുന്നില്ല. അതുപോലെ സാബുമോൻ എവിടെയാ?
ആളെന്തെങ്കിലും പ്രോഗ്രാമുകളിൽ വരുമ്പോൾ മാത്രമേ കാണുന്നുള്ളൂ. ആളുടെ പേരൊന്നും അങ്ങനെ മുഴങ്ങി കേൾക്കുന്നില്ല. അപ്പോൾ വൺസ് ജയിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരാളുടെ പേര് അങ്ങനെ മുഴങ്ങി കേൾക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എല്ലാവരും കൂടി അഖിൽമാരാറങ്ങൾ ഇരുത്തി. ഈ പൂജ ശരിക്കും ഇന്നത്തെ പൂജയും ഒന്ന് നോട്ടീസ് ചെയ്യപ്പെട്ടു. പക്ഷേ അതൊരു നെഗറ്റീവ് നോട്ടീസിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ കാണിച്ചത് ഇൻഫിനിറ്റി പെൻഡന്റ് ആണ്. ഇന്നലെ കാണിച്ചതുപോലെ തന്നെ ഇൻഫിനിറ്റി പെൻഡന്റ് റനീഷ് എല്ലാവരും കാണിച്ചു കൊടുക്കുന്നത് ഇതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഓരോ ആൾക്കാരെയും ടീം തിരിച്ചു. ശരിക്കും ഇന്നലത്തെ പോലെ തന്നെയാണ് ഇന്നത്തെയും എപ്പിസോഡ് പോയത്. പക്ഷേ ഇന്നലത്തെക്കാളും കുറച്ചുകൂടി ആക്റ്റീവ് ആയിരുന്നു, കുറച്ചുകൂടി എനർജറ്റിക് ആയിരുന്നു. കണ്ടസ്റ്റൻസ് അത്രമാത്രം ആക്റ്റീവ് ആയിരുന്നു. അവർ ഒരു പക്ഷേ ഇന്നലെ തോറ്റതുകൊണ്ട് അല്ലെങ്കിൽ ഇന്നലെ പുറത്താക്കപ്പെട്ടത് കൊണ്ട് അവർ കുറച്ചുകൂടി എനർജറ്റിക് ആയി എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ അവർക്ക് ഒരു ദിവസം കൂടി കിട്ടിയത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവർ കുറച്ചുകൂടി എനർജറ്റിക് ആയത്. ആ എനർജി എൻ്റയർ എപ്പിസോഡും ഉണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ടീമുകളെ തിരിച്ചു. അതിനകത്ത് ഈ ടീം തിരിക്കുന്നത് ജഡ്ജസ് ആണല്ലോ. അവരതിനെ ചൂസ് ചെയ്യുന്ന മാർഗ്ഗം എനിക്ക് ഏറ്റവും അരോചകമായിട്ട് തോന്നുന്നത് റിയാസിൻ്റെയാണ്. കാമുകനാൽ ചതിക്കപ്പെട്ട കാമുകി അല്ലെങ്കിൽ ഫെയർ ആയിട്ടുള്ള ആൾ, ഇങ്ങനെയാണ് റിയാസ് വിളിക്കുന്നത്. അതിൽ സമ്മതിക്കേണ്ട അഖിൽമാരാറെയാണ്. മാരാറ് ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് ഇവരെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു അരോചകമായിട്ട്, റിയാസിൻ്റെ കാര്യത്തിൽ അതൊരു അരോചകമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഓരോ ആൾക്കാരെ ചൂസ് ചെയ്ത് അങ്ങനെ 3 ടീമായിട്ട് ഡിവൈഡ് ചെയ്തു. ഈ 3 ടീമായിട്ട് ഡിവൈഡ് ചെയ്ത സമയത്ത് രഞ്ജിനി ഹരിദാസിൻ്റെ ടീമിൽ വന്ന ആൾക്കാരെന്ന് പറയുന്നത് നന്ദകിഷോർ, സോണി അസീം, പൂജ, അതായത് നമ്മൾ നേരത്തെ വഴക്കുണ്ടാക്കി പൂജ, രാകേഷ് ജേക്കബ്, വിശാഖ് വടശ്ശേരി, ഷിജുലാൽ, സ്റ്റിന, ഇത്രയും പേരാണ് രഞ്ജിനി ഹരിദാസിൻ്റെ ടീമിൽ വരുന്നത്. ഈ പൂജ എനിക്ക് തോന്നുന്ന ഇന്നായില്ലെന്ന് തോന്നുന്നു. കാരണം പൂജയുടെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു. പൂജയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ എല്ലാവരെയും ബ്ലെയിം ചെയ്തുകൊണ്ട്, പൂജയുടെ ഒരു നേച്ചർ അങ്ങനെയാണെന്ന് തോന്നുന്നു, സ്വന്തമായിട്ട് അക്കൗണ്ടബിലിറ്റി എടുക്കാതെ തൻ്റെ കുറവുകളെ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ 2 കാര്യത്തിൽ, ഒന്ന് ഈ പറയുന്ന ഇന്നലത്തെ വിഷയത്തിനകത്തും പൂജ അങ്ങനെ സംസാരിച്ചു. മറ്റേ പൂജ കരഞ്ഞത് കൊണ്ടാണ് അകത്തേക്ക് വിട്ടത് എന്നുള്ള ലെവലിൽ സംസാരിച്ചു. അത് കഴിഞ്ഞ് ഇന്നത്തെ ടാസ്കിനകത്തും പൂജ ഇന്നാവാത്തത് മറ്റൊരാളുടെ പ്രശ്നം കൊണ്ടാണ് എന്ന് പറയുന്ന പോലെ തോന്നി. അതേ പൂജ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ ഒന്നും വെക്കുന്നില്ല. വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് ജസ്റ്റിസ് കിട്ടിയില്ല, അവിടെ നടന്ന കാര്യങ്ങളൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ ഒരു നേച്ചർ അങ്ങനെയാണെന്ന് തോന്നുന്നു. സ്വന്തമായിട്ടുള്ളൊരു കുറവ് പുറത്ത് കാണിക്കാതെ അത് മറ്റൊരാൾ കെട്ടിവെക്കുന്ന ഒരു ക്യാരക്ടർ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഇപ്പോൾ ഇത്രയും പേരാണ് രഞ്ജിനി ഹരിദാസിൻ്റെ ടീമിൽ. അത്രയും ആൾക്കാരെ വിളിച്ചു നിർത്തിയിട്ട് അഖിൽമാരാർ ഒരു ചോദ്യം ചോദിച്ചു, ബിഗ് ബോസിൽ കപ്പ് നേടണമെങ്കിൽ എന്താണ് വേണ്ടത്? അപ്പോൾ എല്ലാവരും ബിഗ് ബോസിൽ കപ്പ് നേടണമെങ്കിൽ പെർഫോമൻസ് നന്നായിട്ട് പെർഫോം ചെയ്യണം എന്നൊക്കെ പല അഭിപ്രായങ്ങൾ പറഞ്ഞു. മാരാർ ലാസ്റ്റ് പറഞ്ഞു, ബിഗ് ബോസിൽ കപ്പ് നേടണമെങ്കിൽ ആദ്യം നിങ്ങൾ ഫസ്റ്റ് കടമ്പയായ അഗ്നിപരീക്ഷ ഓവർകം ചെയ്യണം, എങ്കിലല്ലേ ബിഗ് ബോസിലേക്ക് എത്താൻ പറ്റുള്ളൂ, ബിഗ് ബോസിലെ കപ്പ് നേടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് മനസ്സിലാക്കി കൊടുത്തു. അതായത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വന്നവരെല്ലാം ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, ഞാൻ ബിഗ് ബോസിലെ കപ്പടിക്കും. ഇന്നലെ തോറ്റവരാണെന്നും കൂടെ ഓർക്കണം. ഇന്നലെ തോറ്റവർ ഇന്നിവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഇവിടുന്ന് കടന്ന് അഗ്നിപരീക്ഷയും കടന്ന് വേണം ബിഗ് ബോസിലെത്താൻ, അവിടെയും കടന്ന് വേണം കപ്പടിക്കാൻ. അപ്പോൾ ഇപ്പോഴേ ഓവർ കോൺഫിഡൻസ് വേണ്ട എന്നാണ് മാരാർ അവിടെ പറഞ്ഞു വെക്കുന്നത്. പിന്നെ നടന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് കൊടുത്ത ടാസ്ക്കാണ്. ഇവർക്ക് കൊടുത്ത ടാസ്ക് കട്ടക്കൂടാരം എന്നാണ് എൻ്റെ പേരിട്ടത്. അതായത് കുറേ ജോമെട്രിക് രൂപങ്ങൾ, അതായത് ഇപ്പം സ്ക്വയർ, റെക്റ്റാങ്കിൾ, സർക്കിൾ, അങ്ങനെ കുറേ ജോമെട്രിക്കൽ രൂപങ്ങൾ കൊടുത്തിട്ട് അതിനെ ഒന്നിന് മേലൊന്നായിട്ട് വെക്കണം. അതിൽ ഒരെണ്ണം ഒരു നീളമുള്ള ചതുരക്കട്ടയാണ്. ആ ചതുരക്കട്ടയുടെ മേളിൽ ഹൈറ്റുള്ള ചതുരക്കട്ടയാണ്. ആ ചതുരക്കട്ടയുടെ മേളിലാണ് ഓരോന്നായിട്ട് ബാലൻസ് ചെയ്ത് വെക്കേണ്ടത്. അത് ഏറ്റവും ലാസ്റ്റ് ബസർ അടിക്കുന്നവരെ ബാലൻസ് ചെയ്ത് നിർത്തുന്നവരാണ് വിജയിക്കുന്നത്. അതിനകത്ത് നോട്ടീസ് ചെയ്യപ്പെട്ടത് രാകേഷാണ്. രാകേഷ് നോട്ടീസ് ചെയ്യപ്പെട്ടു. പൂജ ആണെങ്കിൽ അവിടെയും ബഹളം ഉണ്ടാക്കി. കാരണം പൂജയുടെ കയ്യിൽ നിന്ന് പോയപ്പോഴേക്കും പൂജ മറ്റേ ആൾ തട്ടിയിട്ടു എന്നുള്ള ലെവലിലൊക്കെ ഒരു ചെറിയ ബഹളമൊക്കെ ഉണ്ടാക്കി. നന്ദകിഷോർ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് ഡയറക്റ്റായിട്ട് ഔട്ട് ഹൗസിലേക്ക് പോയി. ഈ നന്ദകിഷോർ ഈ സംഭവം ആൾക്ക് വയ്ക്കാൻ പറ്റിയില്ല. സോ ആൾ ഡയറക്റ്റായിട്ട് ഔട്ട് ഹൗസിലേക്ക് പോയി. പിന്നെ നടന്നത് ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയത്, അതിൽ ആ ഒരു ടാസ്കിൽ ജയിച്ചത് ഷിജുലാലായിരുന്നു. ഇതിനകത്തൊരു പ്രത്യേകത, ജഡ്ജസിൻ്റെ തീരുമാനം അന്തിമമായിരിക്കും. ജഡ്ജസിനെ പ്ലീസ് ചെയ്ത് നിൽക്കുന്നവർ ഒരു പക്ഷേ ഈ അഗ്നിപരീക്ഷയിൽ കുറച്ച് പ്രയോറിറ്റി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ 3 ജഡ്ജസും അവർ നോട്ടീസ് ചെയ്യുന്ന ആൾക്കാരെ അവർ പ്രത്യേകം ഒന്ന് ടേക്ക് കെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അവർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ. സോ അങ്ങനെ ഒരു ഫീൽ വന്നു. അപ്പം ഈ ഒരു ടാസ്ക് അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞ ടാസ്കിനകത്ത് ഒരിക്കലും ജഡ്ജസിനെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ പ്രത്യേകിച്ച് രഞ്ജിനി ഹരിദാസ്, രഞ്ജിനിയെ പ്രൊവോക്ക് ചെയ്ത് രഞ്ജിനി വലിച്ചു കയറി ഒട്ടിക്കും. അമ്മാതിരി ഒരു പെർഫോമൻസ് രഞ്ജിനിയുടെ ഭാഗത്തുണ്ടാവുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയത് ഷിജുലാലിനാണ്. അത് രാകേഷിനുമായിട്ട് ഷെയർ ചെയ്തു. കാരണം രാകേഷ് നല്ല പെർഫോമൻസ് ആയിരുന്നു. ആൾ ഫോർട്ടൂച്ചിക്കാരനാണ്, നല്ല രസമായിട്ട് ആൾ സംസാരിക്കുന്നുണ്ട്. വിശാഖ് എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻ്റാണ് ഈ പറയുന്ന ടാസ്ക് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്തത്. പക്ഷേ വിശാഖിന് ഇൻഫിനിറ്റി പെൻഡന്റ് കൊടുത്തില്ല. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ഒരു പക്ഷേ അത് ചർച്ച ചെയ്യപ്പെടാവുന്നൊരു കാര്യമാണ്. കാരണം വിശാഖ് ഇത് കംപ്ലീറ്റ് ചെയ്തു, പക്ഷേ മറ്റ് 2 പേർക്കാണ് ഈ പെൻഡന്റ് കൊടുത്തത്. അതിൻ്റെ ഒരു വിഷമം ഈ വിശാഖിൻ്റെ മുഖത്തുണ്ടായിരുന്നു. അത് മുഖത്ത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് എപ്പിസോഡ് കാണുമ്പോൾ അറിയാൻ പറ്റും. ബാക്കിയുണ്ടായിരുന്ന 2 പേരെന്ന് പറയുന്നത് പൂജയും സോണിയുമാണ്. നേരെ ഔട്ട് ഹൗസിലേക്ക്, ഡേഞ്ചർ സോൺ അവരിട്ടേക്കുന്ന പേരാണ് ഔട്ട് ഹൗസ്. അപ്പോൾ ഔട്ട് ഹൗസിലേക്ക് പറഞ്ഞു വിട്ടത് പൂജേനെയും സോണിയെയാണ്, സോണി അസീം ഇവരെയാണ് അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അത് കഴിഞ്ഞ് പിന്നെ വന്നത് റിയാസിൻ്റെ ടീമായിരുന്നു. രണ്ടാമത്തെ ടാസ്കിന് പങ്കെടുക്കാൻ വന്നത് റിയാസിൻ്റെ ടീമായിരുന്നു. റിയാസിൻ്റെ ടീമിൽ ഉണ്ടായിരുന്ന ആൾക്കാരെന്ന് പറയുന്നത് ടാഷി, റിജോ, റൈബിൻ, സോന അലക്സ്,
ജെറ്റി പി തോമസ്, അലകനന്ദ, ഷാമോൻ ഷാജഹാൻ, ഇത്രയും പേരാണ് റിയാസിൻ്റെ ടീമിലുണ്ടായിരുന്നത്. അപ്പോൾ ഇവരിൽ ആദ്യമേ തന്നെ ടാഷിയോട് ചോദിച്ചു. ടാഷി കുറച്ച് നല്ല ആക്റ്റീവായിട്ട് നിന്നൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു, ഒരു പയ്യനാണ്. ടാഷിയോട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആരെ പുറത്താക്കണം, ഈ കൂട്ടത്തിൽ നിൽക്കുന്നതിൽ ആരെ പുറത്താക്കണം. അപ്പോൾ ടാഷി പറഞ്ഞു അത് സോനേനെ പുറത്താക്കണം എന്ന് പറഞ്ഞു. സോന എന്ന് പറഞ്ഞാൽ ഒരു വീട്ടമ്മയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചപ്പോൾ സോന കുറച്ചധികം ആക്റ്റീവാണ്, പക്ഷേ അവരൊരു ഫേക്ക് പേഴ്സണാലിറ്റി ആയിട്ട് ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു. ഇത് തമ്മിലൊരു അടി ഉണ്ടാക്കാനുള്ള, ഇവർ തമ്മിലൊരു ക്ലാഷ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ പോയി ടാസ്കിലേക്കായിരുന്നു. ടാസ്കിൽ ആദ്യം ഒരു ചെണ്ട കൊട്ടുന്ന ചേട്ടനെ വിളിച്ചു. ആ ചേട്ടനെ വിളിച്ചിട്ട് ആ ചേട്ടൻ ഇങ്ങനെ ചെണ്ട കൊട്ടിക്കൊണ്ട് നിൽക്കും. ടാസ്ക് ഇങ്ങനെയാണ്, ആ ചേട്ടൻ ചെണ്ട കൊട്ടിക്കൊണ്ട് നിൽക്കും. ഇവരുടെ കയ്യിൽ ഒരു മുളവടി ഉണ്ടാവും. ഓക്കെ, എല്ലാവരുടെ കയ്യിലും ഒരു മുളവടി കൊടുക്കും. ഈ ചെണ്ട നമ്മൾ കസേര കളി കളിക്കുന്ന പോലെ, അതായത് ചെണ്ട കൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ ചാടി ജമ്പ് ചെയ്ത് നിൽക്കണം. ഈ മുളവടി താഴെ കുത്തി ജമ്പ് ചെയ്ത് നിൽക്കണം. ഈ ചെണ്ട കൊട്ടൽ നിൽക്കുന്ന സമയത്ത് ഈ വടി താഴെ കുത്തിക്കൊണ്ട് തന്നെ വടി കയ്യിൽ നിന്ന് വിട്ടിട്ട് അടുത്ത ആളുടെ വടി ഇങ്ങ് പിടിക്കണം. അതായത് മറ്റേ ആൾ വടി വിടുമല്ലോ, ആ വടി കയറി പിടിക്കണം. ഇങ്ങനെയാണ് ടാസ്ക്. അതിനകത്ത് ശരിക്കും ആദ്യം തന്നെ ജഡ്ജസിന് ദേഷ്യം വന്നു. കാരണം ഇവരിങ്ങനെ ഈ കസേര കളി കളിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഈ അടുപ്പിച്ച് ഓടുമ്പോഴേക്കും ആരാണ് പ്രോപ്പറായിട്ട് ഓടുന്നത് മനസ്സിലാവത്തില്ല, ആരാണ് കസേര ടച്ച് ചെയ്യുന്നത് മനസ്സിലാവത്തില്ല എന്ന് പറഞ്ഞ പോലെ ഇവർ ആദ്യമേ തന്നെ കൂട്ടം കൂടി തുടങ്ങി. അതായത് സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നതിന് പകരം കൂട്ടം കൂടിയപ്പോൾ ജഡ്ജസിന് ആരാണ് ഈ വടി വിടാതെ പിടിക്കുന്നത് അല്ലെങ്കിൽ വടി തറയെ കുത്താതെ വിടുന്നത് എന്നൊന്നും മനസ്സിലാവാത്തതുകൊണ്ട് അവരൊന്ന് ദേഷ്യപ്പെട്ടു. നിങ്ങൾ ഇങ്ങനെയാണ് കളിക്കുന്നത്, ഞങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജഡ്ജസ് ദേഷ്യപ്പെട്ടു. അതിനുശേഷം അവർ പ്രോപ്പറായിട്ട് കളിക്കാൻ നോക്കി. ടാഷിയും ജെറ്റിയുമാണ് ഏറ്റവും അവസാനം വന്നത്. ടാഷി നന്നായിട്ട് പെർഫോം ചെയ്തു, അത് പറയാതിരിക്കാൻ വയ്യ. ജെറ്റിയും നന്നായിട്ട് പെർഫോം ചെയ്തു. പക്ഷേ ഇതിനകത്ത് ആർക്ക് ഇത് കൊടുക്കണം? കാരണം ജെറ്റിയുടെ കയ്യിൽ നിന്ന് ഈ വടി താഴെ കുത്തുന്നതിന് മുമ്പ് തന്നെ ജെറ്റി വടി പിടിവിട്ടു. അടുത്ത ആളുടെ വടി പിടിച്ചു. ടാഷിക്ക് പക്ഷേ വടി പിടിക്കാനും പറ്റില്ല. ടാഷി ചാടി പക്ഷേ പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവർക്ക് കൺഫ്യൂഷനായി. ആർക്കാ? ജഡ്ജസിന് കൺഫ്യൂഷനായപ്പം ജഡ്ജസ് പരസ്പരം ചോദിച്ചു, നമുക്ക് ഒരു റൗണ്ടോടെ പോയാൽ ഇതൊന്നും മനസ്സിലാക്കാൻ വേണ്ടി ഇവർക്ക് ഒരു റൗണ്ടോടെ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ റിയാസ് സലീമും പറഞ്ഞു, രഞ്ജിനി ഹരിദാസും പറഞ്ഞു നമുക്ക് ഒരു റൗണ്ടോടെ പോകാമെന്ന് പറഞ്ഞു. പക്ഷേ അഖിൽ മാരാർ പറഞ്ഞു അതിൻ്റെ ആവശ്യമുണ്ടോ? കാരണം ഒരു അവസരം വൺസ് പോയി കഴിഞ്ഞാൽ പിന്നെയും ഒരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ വൺസ് ഒരാൾ പുറത്തായി കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും ഒരു അവസരം തരുമെന്ന് ചോദിക്കുമോ എന്ന് അഖിൽ മാരാർ ചോദിച്ചു. ഉടനെ ജെറ്റി വിചാരിച്ചു ജെറ്റി ആയിരിക്കും ജയിക്കാൻ പോകുന്നത്, കാരണം ജെറ്റിയുടെ കയ്യിലാണല്ലോ വടിയുള്ളത്. ജെറ്റി പറഞ്ഞു ഇനിയിപ്പോൾ ഒരെണ്ണം കൂടെ പോകണമെന്നില്ല എന്ന് പറഞ്ഞു. ഉടനെ കളി മാറി. രഞ്ജനിയും റിയാസും കൂടി മറ്റേ ടാഷിനെ പെൻഡൻറ്റ് കിട്ടാൻ വേണ്ടി അർഹനാക്കി. ടാഷിക്ക് പെൻഡൻറ്റ് കൊടുത്തപ്പോൾ ജെറ്റിയുടെ മുഖം മാറി. കാരണം ജെറ്റി വിചാരിച്ചെന്താണ് ജെറ്റിക്കായിരിക്കും കിട്ടുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ കൊടുത്തത് ടാഷിക്കായിരുന്നു. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ജഡ്ജസിനെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ജഡ്ജസിന് ഒരു ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷൻ തോന്നിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചിലപ്പോൾ പുറത്താക്കപ്പെടും. നമ്മൾ പോലും അറിയാം, നമ്മൾ ജയിച്ചാൽ പോലും ചിലപ്പോൾ അവർ ആ ഒരു കടമ്പ കടക്കാൻ സമ്മതിക്കില്ല. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ. ഇന്നലെ അത്രയും പ്രശ്നമായിട്ട് തോന്നിയില്ല, പക്ഷേ ഇന്ന് ഭയങ്കരമായിട്ട് പലപ്പോഴും ജഡ്ജസ് ദേഷ്യപ്പെടുകയും ഒരു അരഗൻസ് കാണിക്കുകയൊക്കെ തോന്നി. അപ്പോൾ ജഡ്ജസിന് ഒരു കാരണവശാലും കണ്ടസ്റ്റൻസ് പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് അവരുടെ ആരോഗ്യത്തിന് നല്ലത് എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ജെറ്റിക്ക് പെൻഡന്റ് കിട്ടിയില്ല. പിന്നെ ചെണ്ടച്ചേട്ടൻ തിരിച്ചു പോകുന്നു. ജെറ്റി സേവ് ആയതായിട്ട് അവർ പറയുന്നുമുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ കൂട്ടത്തിൽ റിജോ ഔട്ട് ഹൗസിലേക്ക് പോയി. ടോട്ടൽ 4 പേര് ഔട്ട് ഹൗസിലേക്ക് പോയി. ഈ ഔട്ട് ഹൗസിലേക്ക് പോയ ആൾക്കാർക്കെല്ലാം ഓരോ റെഡ് ബാൻഡും കൊടുത്തു. കാരണം അവർക്ക് ഇനിയും സ്കോപ്പ് ഉണ്ട്, പക്ഷെ എല്ലാവരും വരത്തില്ല. അവരുടെ ഇനിയുള്ള മത്സരം കുറച്ചുകൂടെ കട്ടിയായിരിക്കും. പിന്നെ നടന്നൊരു കാര്യം അഖിൽ മാരാറുടെ ടീമിൻ്റെ ടാസ്ക്കാണ്. അഖിൽ മാരാറുടെ ടീമിലേക്ക് വന്ന ആൾക്കാരെന്ന് പറയുന്നത് നിതിനുണ്ട്, പ്രവീൺ മോഹനുണ്ട്, അഫിയാനാസ് ഉണ്ട്, ലൊലീറ്റയുണ്ട്, ഷിൻജിത്ത് ഉണ്ട്, ശ്യാം ഷാജി. ഇത്രയും ആൾക്കാരാണ് അഖിൽ മാരാർ ടീമിൽ വരുന്നത്. ഇതിൽ ലൊലീറ്റയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം നല്ല രസമായിട്ട് കുട്ടി പെർഫോം ചെയ്തു. സംസാരമാണെങ്കിലും നല്ല അച്ചടക്കം, അധികം പ്രായമില്ല, എനിക്കൊന്ന് 18 വയസ്സെന്തേ ഉള്ളൂ. നല്ല അച്ചടക്കം, നല്ല പക്വമായിട്ട് സംസാരിക്കുന്നുണ്ട്, മറ്റുള്ള ആൾക്കാരെക്കാളും ബെസ്റ്റായിട്ട് സംസാരിക്കുന്നുണ്ട്, നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തു. പിന്നെ കൊടുത്ത് ഇവർക്കുള്ള ടാസ്ക് ആയിരുന്നു, ഇവർക്ക് എല്ലാവർക്കും ഓരോ സ്ട്രോ കൊടുത്തു. ആദ്യം ഓരോ കളറിലുള്ള സ്ട്രോ ആണ് കൊടുത്തത്. ഈ സ്ട്രോ വെച്ചിട്ട് നിലത്ത് കുറേ അധികം പീസ് പേപ്പേഴ്സ് ഇട്ടിട്ടുണ്ട്. ഇവരുടെ കയ്യിലുള്ള സ്ട്രോയുടെ അതേ കളേഴ്സിലുള്ള പേപ്പേഴ്സ് ഇട്ടിട്ടുണ്ട്. ഇവർ ചെയ്യേണ്ടത് ബ്രീത്തിങ് കൺട്രോൾ ഉള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറച്ചധികം ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ വേണം. ചെയ്യേണ്ട കാര്യം, ഒരു ടേബിളിൽ ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. ഈ നിലത്ത് ഇരുന്നിട്ട് ഈ പേപ്പർ സ്ട്രോ കൊണ്ട് ഊതി വലിച്ചെടുക്കണം. സ്ട്രോയ്ക്ക് അകത്തേക്കല്ല, അത് ബാലൻസ് ചെയ്യണം. ഈ സ്ട്രോയിൽ ബാലൻസ് ചെയ്ത് നേരെ ആ കപ്പിൽ കൊണ്ടിടണം. ഇവർക്ക് 2 ചാൻസ് ഉണ്ടായിരുന്നു. അതായത് ഒന്ന്, ഇവരുടെ ഈ പറയുന്ന പേപ്പർ സ്ട്രോയിൽ ബാലൻസ് ചെയ്ത് കപ്പിൽ കൊണ്ടിടാം. സ്ട്രോയുടെ കളറിലുള്ള അതേ പേപ്പർ എടുക്കാവൂ. അതോടൊപ്പം തന്നെ അതെടുത്ത് ഇവരുടെ ബോൾ നിറയ്ക്കാൻ വേണം. അതോടൊപ്പം തന്നെ വേണമെങ്കിൽ ഇവർക്ക് വേറെ കളർ, അതായത് മറ്റൊരാളെ പുറത്താക്കണമെങ്കിൽ വേറെ കളറിലുള്ള പേപ്പർ, അവരുടെ കളറുമായിട്ട് ബന്ധമില്ലാത്ത പേപ്പർ എടുത്തിട്ട് എന്ത് ചെയ്യാം, അവരുടെ ബൗൾ ഇട്ടാൽ അവർ പുറത്താവും. പക്ഷേ ഇവരാരും അങ്ങനെ ചെയ്തില്ല. ഇവരെല്ലാവരും അവരവരുടെ കാര്യം മാത്രം നോക്കി അവരവരുടെ ബൗൾ നിറയ്ക്കാൻ നോക്കി. അങ്ങനെ ബൗൾ നിറച്ചതെന്ന് പറയുന്നത് ലൊലീറ്റ 26 പേപ്പർ പീസാണ് ബൗളിൽ നിറച്ചത്. ലൊലീറ്റയും ഷിംജിത്തും ഏകദേശം ഒരുപോലെയായിരുന്നു. പ്രവീൺ 24-ഉം ശ്യാം 24-ഉം. അതിനകത്ത് ഔട്ട് ഹൗസിലേക്ക് ഡയറക്റ്റായിട്ട് പോയത് അഫിയാനാസും നിതിനുമായിരുന്നു. ലൊലീറ്റയ്ക്ക് പെൻഡന്റ് കിട്ടുന്നു. ആ കുട്ടിയുടെ പെർഫോമൻസ് നല്ല രസമായിരുന്നു. കാരണം ഒരു സമയം തന്നെ 3 പേപ്പറൊക്കെ ആ കുട്ടി
ബാലൻസ് ചെയ്ത് കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൊലിറ്റയ്ക്ക് പെൻഡൻറ്റ് കിട്ടുന്നു, ശ്യാമിനും പെൻഡൻറ്റ് കൊടുക്കുന്നു. ശ്യാമിൻ്റെയും പെർഫോമൻസ് നല്ലതായിരുന്നു. ശ്യാം മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് അവരുടെ പേപ്പേഴ്സ് ഊതി കളഞ്ഞിട്ട് ശ്യാമിൻ്റെ പേപ്പർ പിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ശ്യാമിൻ്റെ ആ ഒരു സ്ട്രാറ്റജി അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ശ്യാമിന് പെൻഡൻറ്റ് കൊടുക്കുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ 20 പേരും വളരെ ആക്റ്റീവായിട്ടാണ് പെർഫോം ചെയ്തത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല ജഡ്ജസിൻ്റെ കാര്യം, ജഡ്ജസും നല്ല രസമായിട്ട് ഒരു ബിഗ് ബോസ് കാണുന്ന ഫീൽ തന്നെയാണ് അഗ്നിപരീക്ഷയ്ക്ക് നമുക്ക് ഇന്ന് കിട്ടിയത്. ഇന്നലത്തെ കാലം കുറച്ചുകൂടി ആക്റ്റീവായിട്ട് ഇന്ന് ഫീൽ ചെയ്തു. ഔട്ട് ഹൗസിലേക്ക് ടോട്ടൽ 5 പേരാണ് ഇന്ന് വന്നേക്കുന്നത്. അതായത് ഡേഞ്ചർ സോണിൽ 5 പേരാണ് വന്നേക്കുന്നത്. പിന്നെ പറഞ്ഞൊരു കാര്യം, നാളെ 40 പേര്, അതായത് ഇന്നലത്തെ 20 പേരും ഇന്നത്തെ 20 പേരും നേർക്ക് നേർ പോരാട്ടം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവർക്ക് പുറത്തേക്ക് പോകാനുള്ള അവസരം ഇപ്പോഴും ആയിട്ടില്ല. ഇതിനകത്ത് പല ആൾക്കാരും പുറത്തേക്ക് വന്നിട്ടുണ്ട്. കാരണം പല ആൾക്കാരുടെയും ഇൻസ്റ്റാഗ്രാം പോസ്റ്റൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു. അവർക്ക് കിട്ടിയ സപ്പോർട്ടിന് താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇന്നലെ ഞാനൊരു 2-3 പേരുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോ കണ്ടു, അവരെ സപ്പോർട്ട് ചെയ്യുന്ന താങ്ക്സ് ഒക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇന്ന് കുറച്ച് ഓവറായിട്ട് തോന്നിയ 1-2 ആൾക്കാരെന്ന് പറയുന്നത്, ഒന്ന് പൂജയാണ്, 2 ഈ അഫ്യാനാസ് എന്ന് പറയുന്ന ആ പെൺകുട്ടി. അവർ കുറച്ചൊന്ന് ഒരു ഓവർ കോൺഫിഡൻസ് പോലെ തോന്നി. പക്ഷേ ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല, ഡേഞ്ചർ സോണിലാണ്. നമുക്ക് നോക്കാം ഉള്ളിലോട്ട് വരുമോ എന്നുള്ളത്. അപ്പോൾ ഇന്ന് അടുത്ത ദിവസത്തെ എപ്പിസോഡ്, നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് 40 പേര് ഒരുമിച്ച് മത്സരിക്കാൻ പോകണമെന്നാണ് പറഞ്ഞത്. അതിന് എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പറയുവാണെങ്കിൽ ഇനി അങ്ങോട്ട് കടുകട്ടിയായിരിക്കും അഗ്നിപരീക്ഷ എന്ന് പറയുന്നത്. കൊടുക്കുന്ന ടാസ്കുകളാണെങ്കിലും എനിക്ക് മനസ്സിലാവാത്ത ടാസ്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെയാണ്. കാര്യം വ്യത്യസ്തമായ ടാസ്കുകൾ, പക്ഷേ ഈസി ടാസ്ക് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം കൊച്ചുകുട്ടികളുടെ കസേരകളി പോലത്തെ മത്സരവും അതുപോലെ ഈ പേപ്പർ സംഭവങ്ങൾ ഒരു എന്താ പറയുക, ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ ചാടി നിൽക്കാൻ പറ്റുന്ന ഒരു ടാസ്ക് ആയിട്ടൊന്നും തോന്നുന്നില്ല. കുറച്ചുകൂടി ടഫ് ടാസ്കുകളായിരിക്കും ഇനി വരാൻ പോകുന്നത്. നമുക്കത് കണ്ടറിയണം. ഈ പറയുന്ന അഗ്നിപരീക്ഷ കാണാതെ ബിഗ് ബോസ് കാണാൻ പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു മണ്ണം കെട്ടി മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് കണ്ടസ്റ്റൻസിന് ഇവരുടെ പൾസ് മനസ്സിലാവില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം വരുന്ന ആൾക്കാർ, ഇനി വരാൻ പോകുന്ന ആൾക്കാരെന്ന് പറയുന്നത് സെലിബ്രിറ്റീസ് ആയിരിക്കും ഈ ബിഗ് ബോസിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേക്കും അവരെ പോലെ നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ഈ അഗ്നിപരീക്ഷ മുഴുവൻ കണ്ടാലേ ഇവരിൽ ആരൊക്കെയാണ് അതിന് കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവത്തുള്ളൂ. ഞാൻ വിചാരിക്കുന്നത് പ്രേക്ഷകർക്കും ഈ പറയുന്ന കണ്ടസ്റ്റൻസിനെ മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ അവരെ ജയിപ്പിക്കാനുള്ള എന്തൊക്കെ ചാൻസസ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. വോട്ടിംഗ് പാറ്റേണൊക്കെ വരുമായിരിക്കും ഇനി അങ്ങോട്ട് പോകുമ്പം. അത് ഒരു പക്ഷേ അവസാനം ആകുമ്പോഴായിരിക്കും 40 പേരിൽ നിന്ന് 6 പേരെയാണെന്ന് തോന്നുന്നു അവർക്ക് വേണ്ടത്. ഒരുപാട് പേരൊന്നും എടുക്കില്ല. അപ്പോൾ അത്രയും ഫിൽട്ടർ ചെയ്തായിരിക്കും ആ 6 പേരെ ഇവർ ഫൈനലൈസ് ചെയ്യുന്നത്. അതിനുള്ള കേപ്പബിലിറ്റി എന്തായാലും ഈ ജഡ്ജസിനുണ്ട്, അതിനൊരു സംശയമില്ല. നമ്മൾ ആദ്യം കണ്ടതുപോലെ ഒന്നുമല്ല, ജഡ്ജസ് മാസാണ്. അവർ തമ്മിലടിക്കാതിരുന്നാൽ മതി, ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അവർ തമ്മിലടിക്കാതിരുന്നാൽ മതി. പക്ഷേ ഇടയ്ക്കിടയ്ക്കൊക്കെ ചൊറിയുന്നുണ്ട് അങ്ങോട്ട് കിട്ടും. അതെന്തായാലും ഉണ്ടാവുമല്ലോ, എങ്കിലേ ഷോ എൻഗേജ്ഡ് ആവുള്ളൂ. അതുകൊണ്ട് അതെന്തായാലും ഉണ്ടാവും. അത് ബിഗ് ബോസിൻ്റെ തന്നെ സ്ക്രിപ്റ്റിലുള്ളതായിരിക്കും. ഇവർ തമ്മിലൊരു ഈ പറയുന്ന രീതിയിലുള്ള ചൊറിച്ചിലും അങ്ങോട്ടും കുത്തലും ഒക്കെ ഉള്ളതായിരിക്കും. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയും സംഭവങ്ങളാണ് നടന്നത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാതുണ്ടെങ്കിൽ ആ മനസ്സിലാവാത്ത പോയിന്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസ് പ്രേക്ഷകർക്ക് വേണ്ടിയാണ്. സോ അല്ലാത്തവർ നമ്മുടെ മറ്റ് വീഡിയോകൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. വീണ്ടും കാണാം.